നിങ്ങൾ പലരും വായിച്ച് കാണും, അറിഞ്ഞ് കാണും ട്രേഡ് വാർ. ചൈനയുമായിട്ടും കാനഡയുമായിട്ടും മെക്സിക്കോയുമായിട്ടും. ഇന്ത്യ ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കിയേക്കുവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മാർച്ചിൽ വിസിറ്റ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ഈ 25% ടാരിഫ് കാനഡയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ കനേഡിയൻ എക്കോണമി തകരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം അതിനേക്കാളും കഷ്ടമായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. കാരണം ഫെബ്രുവരി 1 മുതൽ ടാരിഫ് ഏർപ്പെടുത്തി. കാനഡ പറയുന്നു അവർ റിറ്റാലിയേറ്ററി മെഷേഴ്സായിട്ട് അവരും അമേരിക്കൻ ഗുഡ്സിൻ്റെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തും. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ 25% ടാരിഫ് എന്ന് പറയുന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എക്കോണമി തവിട് പൊടിയാവും. കാരണം കാനഡയുടെ 80% എക്സ്പോർട്ട് എന്ന് പറയുന്ന അമേരിക്കയിലോട്ട്. ഇപ്പം ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതായത് 25% വില ഈ ടാരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്ന് ഒണ്ടാരിയോവുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോമൊബൈൽസ് മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്. അതേപോലെ ഈ മറ്റുള്ള സാധനങ്ങൾ, അതായത് സ്പെയർ പാർട്സ്, മറ്റുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന ഏവിയേഷൻ സ്പെയർ പാർട്സ്, ഇതുമായി ബന്ധപ്പെട്ട ജോലി ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 13 ലക്ഷം പേരുടെ ജോലി ഇൻസ്റ്റൻ്റായിട്ട് തീരും. ആ ജോലി ഇല്ലാതാവും. ഭയങ്കരമായിട്ട് കയറി ബാധിക്കും. അത് 10-13 ലക്ഷം പേരുടെ ജോലി ഇൻസ്റ്റൻ്റായിട്ട് ഒരു രാജ്യത്തെ, കാനഡ പോലുള്ള രാജ്യത്ത് ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തോ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് കാനഡ റിസഷനിലോട്ട് പോവുകയാണ്, വലിയൊരു റിസഷൻ. ഇതിനകത്ത് ഓപ്ഷൻ കാനഡയുടെ മുമ്പിൽ ആകെ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, കാനഡ അമേരിക്കയുമായിട്ട് മെർജ് ചെയ്യുക. 2, കാനഡ അമേരിക്കയുടെ സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുക, അമേരിക്കൻ ഗുഡ്സ്. അതൊരു ഓപ്ഷനാണ്. അപ്പോൾ അമേരിക്കൻ ഗുഡ്സ് കൂടുതലായിട്ട് വാങ്ങുവാണെങ്കിൽ ഈ ട്രേഡുമായിട്ടുള്ള ഡെഫിസിറ്റ് ഉണ്ട്. കാരണം ഇത് ബാലൻസ് ചെയ്ത് പോകും. ഇപ്പോഴേകദേശം കാനഡ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് $442 ബില്യൺ. കാനഡ തിരിച്ച് ഇങ്ങോട്ട്, അതായത് കാനഡ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 150 ബില്യൻ്റെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ട്രേഡിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രംപ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താ ഉണ്ടായി? പെട്ടെന്ന് കാനഡയിലുള്ള പല ഫുഡ് ചെയിൻസ് കമ്പനി ഹെഡ് ആയിട്ടുള്ളവർ അവരങ്ങോട്ട് അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഡിക്ലെയർ ചെയ്തത്. കാരണം ഇവരുടെയൊക്കെ ചെയിൻസ് ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലാണ്. കാരണം ഈ 25% ടാരിഫ് വന്നു കഴിഞ്ഞാൽ വെടി തീർന്നു പോകും. അതുപോലെ കാനഡയുടെ അഗ്രികൾച്ചർ സെക്ടറും മെക്സിക്കോയുടെ അഗ്രികൾച്ചർ സെക്ടർ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ലൈഫ് സ്റ്റോക്ക് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് കയറി എഫക്റ്റ് ചെയ്യും. ഇത് ചെറിയ കാര്യമല്ല ഇത്. കാരണം ഒന്നാമത് അമേരിക്കയിൽ ഇതിന് വില കൂടും. സംഭവം സത്യമാണ്. ഇനിഷ്യലായിട്ട് അമേരിക്കയിൽ ഇതിന് വില കൂടും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. പക്ഷേ അമേരിക്കയിൽ ഉണ്ടാകുന്നതിൻ്റെ 1000 ഇരട്ടിയാണ് ഈ കാനഡയിലും മെക്സിക്കോയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇഡിയറ്റും പൊട്ടനാണ്. കാരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അയാൾ ഇന്ത്യയോട് കളിക്കാൻ വന്ന് പിന്നെ നിശബ്ദമായി. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം അയാൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ട്രംപ് എന്ന് പറയുന്നയാൾ കച്ചവടക്കാരനാണ്. അമേരിക്ക തിരിച്ചു വരണം, അത് ട്രംപിൻ്റെ ആവശ്യമാണ്, റിപ്പബ്ലിക്കൻസിൻ്റെ ആവശ്യമാണ്. ഈ ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ കമ്മ്യൂണിസം റാഡിക്കൽ എന്ന രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ലോകത്ത് പല സംഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ പറയുന്ന ട്രംപിനെതിരെ അനാവശ്യമായ പ്രസ്താവനകൾ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്കാർ പലയിടത്തും നടത്തി. ജസ്റ്റിൻ ട്രൂഡോ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അയാൾ നടത്തിയ ഒരു പ്രസ്താവന, 2-3 പ്രസ്താവന ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാൾ പറയും അമേരിക്കയിലോട്ട് പോകുന്ന ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോ പവർ. ഈ ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്തിൽ ഈ സാധനങ്ങളെല്ലാം ഓഫായിട്ട് കിടക്കും. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? അത് പൊട്ടനെന്ന് പറഞ്ഞതാണ്. രണ്ടാമത്, അമേരിക്കയുടെ ശരിക്ക് ക്രൂഡ് ഓയിൽ ഇവരെയാണ് സപ്ലൈ ചെയ്യുന്നത്. എഗ്രീഡ്. ഇവർ സപ്ലൈ നിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രൂഡ് ഓയിൽ എവിടെ കൊണ്ട് കൊടുക്കും? ഇതൊക്കെയാണ് ഈ വിഡ്ഢിത്തരമെന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് എവിടെ കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കും? അപ്പോൾ ഈ 2 സംഭവം നിന്ന് കഴിഞ്ഞാൽ കാരണം കാനഡയിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിലും ഇലക്ട്രിസിറ്റിക്ക് ഈ പറയുന്ന പോലെ ട്രംപ്
ഈ ടാരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം അത് അമേരിക്ക ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വരാൻ വേണ്ടി ഇപ്പോൾ അവർ രണ്ടുപേരും നിർത്തുവാണെങ്കിൽ, അത് രണ്ടും സംഭവം, അതായത് ഇലക്ട്രിസിറ്റി ആണെങ്കിലും ക്രൂഡ് ഓയിലും നിർത്തുവാണെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാൻ അമേരിക്കയ്ക്ക് ശക്തമായ കഴിവുണ്ട്. അതും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പൊട്ടനായിപ്പോയി ജസ്റ്റിൻ ട്രൂഡോ. ഞാൻ ഈ പറയുന്ന റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് കാരണം പെട്ടെന്ന് ഈ കമൻറ്റ് പറഞ്ഞു കഴിയുമ്പം ട്രംപും ആ പാർട്ടിക്കാരും ഭരിക്കുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊവോക്കായി. അതൊരു റീസണാണ്. അതുകൊണ്ടാണ് സ്നാപ്പി അടിച്ച് കൈ കൊടുത്തത്. അത് 25%. എന്ത് ചെയ്യാൻ പറ്റും? അതായത് കാനഡയുടെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് വേണം എവിടൊക്കെ സെക്ടറിലാണ് ഇത് പൊട്ടുന്നത്. കാരണം 500 ബില്യൺ അടുപ്പിച്ച് 480, 490 ബില്യൺ കാനഡ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 25% ടാരിഫ് എന്ന് പറയുന്നത് കാനഡ ഒറ്റ സാധനം പിന്നെ അവിടെ കൊടുക്കാൻ പറ്റാതാവും. അത്രമാത്രം ഇതിന് വില അങ്ങ് കൂടും. തിരിച്ച് ഇയാൾ എന്താ പറയുന്നത്, മദ്യം, അമേരിക്കൻ മദ്യം അത് വേണ്ട. മനസ്സിലാക്കുക, അമേരിക്ക നേരത്തെ പലതും പ്ലാൻ ചെയ്തിട്ടേ ചെയ്യുന്നേ. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയിൽ നിന്നും ഈ ട്രേഡ്, ഇന്ത്യയുടെ 1 ട്രില്യൺ അമേരിക്കയുടെ വ്യത്യാസം കുറയ്ക്കാൻ വേണ്ടി അവരിന്ന് ഇന്ത്യ ഗവൺമെൻറ് ചില കാര്യങ്ങൾ, അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ഒരു ഡിസിഷൻ വന്നു. അതായത് ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾ, അതായത് ഈ ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞ ഹൈ എൻഡ്, അതിൻ്റെ 50% എന്ന് പറഞ്ഞ ടാരിഫ് അത് 30%, അത് വീണ്ടും കുറയ്ക്കും. അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കൻ മദ്യം, വിസ്കി, സ്കോച്ച്, പോർക്ക്, ഈ സാധനം എടുത്ത് ഇന്ത്യയിൽ അത് വിൽക്കാൻ തയ്യാറാണ്. കാരണം അത് കുറച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സ്ലാപ്പ് ചെയ്യ സംഭവം. അതാണ് അമേരിക്ക ഒരു മാർക്കറ്റ് കണ്ടു. അതായത് ഇപ്പോൾ കാനഡ എടുക്കുന്നില്ല, ഇവർ തിരിച്ച് റിട്ടാലിയേഷൻ നടക്കും. മറ്റൊരു വലിയ മാർക്കറ്റ് ഇന്ത്യ കണ്ടു. അതാണ് പറഞ്ഞ് ഈ പൊട്ടനത് മനസ്സിലാവുന്നില്ല. അപ്പം മറ്റൊരു മാർക്കറ്റ്, അമേരിക്കൻ പ്രോഡക്റ്റ് വരുന്നൊരു മാർക്കറ്റ് കിട്ടി ഇന്ത്യ. കാരണം ഇന്ത്യ പറഞ്ഞ് ഈ സാധനങ്ങൾ ഇന്ത്യയിൽ എടുക്കാൻ ടാരിഫ് കുറച്ചിട്ട്, ശരിക്കും ടാരിഫ് കുറച്ചിട്ട്. കാരണം നമ്മൾ ഇത്ര ട്രില്യൻ്റെയാണ് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, നമുക്കിത് കുറച്ചില്ലെങ്കിൽ നമുക്ക് ടാരിഫ് അടി കെട്ടിക്കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്, നമ്മുടെ പലതും പൊട്ടിത്തീർക്കും. 10% അടിച്ചാൽ മതി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത് വിഷണറി അല്ലാത്ത ലീഡറാണ്. വെറുതെ വള പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനമുള്ള ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും കാര്യമാണ്. ജോലി ഭയങ്കരമായിട്ട് പോകും. ഇത് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഇതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്തോണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്രയാണ്? ഏകദേശം 30-35 ലക്ഷം പേരുടെ തൊഴിൽ എഫക്റ്റ് ചെയ്യുന്ന സംഭവമായത്. ഇത് ഞാൻ പറയുന്നില്ല, ഗ്ലോബൽ ഡെയിലീസൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഓപ്ഷനുള്ളത് ഒന്നിലും അമേരിക്കയോട് ലയിക്കുക. റിസഷനെ നേരിടാൻ ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയ്ക്ക് കഴിയത്തില്ല. കാര്യം എന്താ? കാരണം അവിടെയുള്ള ഈ കാനഡയിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും അമേരിക്കയുടെ കൂടെ ലയിക്കണം താല്പര്യമുള്ളൂ. കാരണം അടുത്ത ഇലക്ഷൻ വരാൻ പോകും. പോപ്പുലറായിട്ടുള്ള ഗവൺമെൻറ് അല്ല. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അസംബ്ലി ഒരു കാര്യം പറയാം, ജസ്റ്റിൻ ട്രൂഡോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 2-3 ഓപ്ഷൻ്റെ അകത്തേക്ക് തിരഞ്ഞെടുക്കാം. ഒന്നില്ലെങ്കിൽ അമേരിക്കയോടെ ലയിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സാധനങ്ങൾ കൂടുതൽ കാനഡ വാങ്ങുക, കാരണം ഈ ട്രേഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു കാരണവശാലും കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിന് എക്കണോമിക്കലായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതെന്താണെന്നുള്ളതാണ് കാനഡ തിരഞ്ഞെടുക്കുന്നത്. അത് അവിടെ ഇലക്ഷനും വരാൻ പോവുകയാണ്, ചേഞ്ചസ് വരാൻ പോവുകയാണ്. ഇതിനകത്ത് വളരെ ഇത്രയും പേർക്ക് തൊഴിൽ പോയി കഴിയുമ്പോൾ ആ ജനങ്ങൾ ഭയങ്കരമായിട്ട് ബേജാറാവും. അവർ പറയാം അമേരിക്കയോടെ ലയിക്കുക. ഇതോടെ കാര്യങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ ലിബറൽ പാർട്ടി എന്നേക്കുമായിട്ട് കാനഡ എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻ്റ് രാജ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നു. അതാണ് വരാനുള്ള ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത്.